ഹലോ നമസ്കാരം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി റിവ്യൂ ആട്ടോ പറയാൻ പോകുന്നത്. നമ്മുടെ മഴതോറും മുമ്പേൽ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക. അതായത് നമ്മുടെ അലീനയുടെ മനുവിൻ്റെ ഒരു സ്റ്റോറി ആട്ടോ. അവർ തമ്മിലുള്ള പ്രണയവും അതുപോലെ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള ആ മഹാസത്യം മനു തിരിച്ചറിഞ്ഞേക്കാണ്. മനുവിന് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അത്രയും സങ്കടം കേട്ടോ. കാരണം ബാലചന്ദ്രൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടും അതുപോലെ അലീനയുടെ അവസ്ഥ ആലോചിച്ചിട്ടും ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, നിന്റെ വൈജയന്തി പ്രസവിച്ച ആ മോളാണ് അലീന എന്ന് പറയട്ടോ. ഞാൻ ഇത് എല്ലാവരുടെ മുന്നിൽ വെച്ചും പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് അവളെ എല്ലാവരുടെ മുന്നിലേക്കും അങ്ങനെ ഇട്ട് കൊടുക്കാൻ താല്പര്യമില്ല. അവളെ എൻ്റെ മകളായിട്ട് അറിയപ്പെട്ടാൽ മതി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കഥ മെനഞ്ഞുണ്ടാക്കി അവരുടെ മുന്നിലൊക്കെ പറഞ്ഞത് എന്ന് ബാലചന്ദ്രൻ പറയുന്ന ആ ഒരു നിമിഷം മനു ആണെങ്കിൽ ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോറി അങ്കിളെ, ഞാൻ അങ്കിളിനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു, അങ്കിളിനെ ഒരുപാട് മോശമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ലടാ മോനെ, നീ ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. തെറ്റ് കണ്ടാൽ നീ പ്രതികരിക്കും, നീ തെറ്റിൻ്റെ കൂടെ നിൽക്കത്തില്ല. അത് ആര് തന്നെയാണെങ്കിലും നീ നിൽക്കത്തില്ല എന്ന് എനിക്കറിയാം. നീ സത്യത്തിൻ്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്കതിൽ യാതൊരു വിഷമവും ഇല്ല. കാരണം ഞാൻ അങ്ങനെ ഒരു കഥ പറഞ്ഞത് കൊണ്ടാണല്ലോ നീ അത് വിശ്വസിക്കുകയും അത് നിങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നീ അത് വിശ്വസിക്കുകയും എന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു. എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. കാരണം നീ അത്രയും നല്ലവനാണ്, അതുപോലെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ എന്നിട്ടും മനുവിൻ്റെ അടുത്ത് ബാലചന്ദ്രൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. ഒരിക്കലും നീ അലീനയെ കൈവിട്ട് കളയരുത് കേട്ടോ മനു. കാരണം മുത്തശ്ശൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച പെൺകുട്ടിയാണ് അവള് നിൻ്റെ കൺവെട്ടത്ത് നിന്ന് മാറാൻ പോലും മുത്തശ്ശൻ ആഗ്രഹിച്ചിരുന്നില്ല. അത് മാത്രമല്ല, അവളോട് നിനക്ക് ഇഷ്ടമുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ ഒരിക്കലും അവളെ കൈവിടരുത് കേട്ടോ, അവളെ ഉപേക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ ഇല്ലെങ്കിലേ ഒരിക്കലും ഞാൻ കൈവിട്ട് കളയില്ല. എനിക്ക് കിട്ടിയ നിധിയാണ് അലീന. അതുകൊണ്ട് അവളെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എങ്ങനെയൊക്കെ തടസ്സം നിന്നാലും ശരി, ഞാൻ ഒരിക്കലും അവളെ ഉപേക്ഷിക്കത്തില്ല എന്ന് പറയുമ്പോൾ ആര് തടസ്സം നിന്നാലും മനു, നിൻ്റെ ആഗ്രഹത്തിനൊത്ത് ഞാൻ കൂടെ ഉണ്ടാകും. ഞാൻ കൈ പിടിച്ചു തരും അവളെ നിനക്ക്. അവൾ എൻ്റെ മകളാണ് എന്ന് പറയാണ് മനുവിനോട് ബാലചന്ദ്രൻ. അങ്ങനെ ബാലചന്ദ്രനുമായിട്ട് സംസാരിച്ചതിന് ശേഷം മനു താഴേക്ക് വരും കേട്ടോ. മനു താഴേക്ക് വരുന്ന സമയത്ത് അലീനയാണെങ്കിലും മനുവിന് ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ്, കിച്ചണിലാണ്. മനു നോക്കുമ്പോൾ അവിടെ ഹോളിലൊന്നും ആരുമില്ല, എല്ലാവരും അവരവരുടെ റൂമിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മനു നേരെ കിച്ചണിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിൽ ചെന്നിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് അലീനെ കാണുന്നുണ്ട്. ആ മനുവേട്ടൻ വന്നോ, എന്താ മനുവേട്ടന് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ എടുത്തോ എന്ന് പറയുകയാണ്. അങ്ങനെ അലീന പെട്ടെന്ന് ചായ ഒക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. ആ സമയത്ത് മനു അലീനയെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ മനു ആണെങ്കിൽ ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ, നിൻ്റെ വൈജയന്തി അന്ന് പ്രസവിച്ച ആ കുഞ്ഞാണ് അലീന എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് അലീനയെ തന്നെ നോക്കി ഇങ്ങനെ ആകെ കണ്ണു മിഴിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അലീനെ പെട്ടെന്ന് നോക്കിയപ്പോൾ അലീനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ സമയത്ത് മനു ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുകയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മനുവേട്ടാ, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയട്ടോ. അല്ല മനുവേട്ടന് എന്തോ പറ്റിയിട്ടുണ്ട്, എന്താ കാര്യം എന്നോട് പറ എന്ന് പറയുമ്പോൾ അപ്പോൾ അലീനയ്ക്കൊരു ടെൻഷൻ, ബാലചന്ദ്രൻ എങ്ങാനും മനുവിനോട് പറഞ്ഞിട്ടുണ്ടാകുമോ എന്നിങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ മനു ചോദിക്കുകയാണ്, നീ ശരിക്കും ബാലചന്ദ്രൻ ഞങ്ങളുടെ മകൾ തന്നെയാണോ അലീന എന്ന് ചോദിക്കുമ്പോൾ അലീന ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. മനുവേട്ട, അത് എന്നോട് ഇനി ഒന്നും മറക്കണ്ട കേട്ടോ. കാരണം എല്ലാ കാര്യങ്ങളും മകൾ എന്നോട് പറഞ്ഞു. ഇത്രയും നാളും നിനക്ക് സപ്പോർട്ടായിട്ട് നിന്ന ആളല്ലേ ഞാൻ, എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ നിനക്ക് എന്ന് ചോദിക്കുകയാണ് മനു. അപ്പോൾ ഒന്നും മനസ്സിലാവാത്ത മട്ടിൽ എന്തൊക്കെയോ മനു മനസ്സിലാക്കി എന്നുള്ള ഒരു ഭാവത്തിൽ അലീന ഇങ്ങനെ നിൽക്കുമ്പോൾ വൈജയന്തി അന്ന് ആഗ്രയിൽ വെച്ച് ഒരാളുമായിട്ട് പ്രണയത്തിലാവുകയും അതുവഴി ഒരു ഗർഭം ധരിക്കുകയും തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റൽ പ്രസവിക്കുകയും എന്നിട്ട് ആ കുഞ്ഞിനെ ഓർഫനേജിൽ കൊണ്ട് കളയുകയും ചെയ്ത ആ കുഞ്ഞല്ലേ നീ അലീന എന്ന് ചോദിക്കുകയാണ്. അലീന ആകെ ഞെട്ടിത്തരിച്ചു പോകട്ടെ. മനു അപ്പം എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് മനസ്സിലാക്കുകയാണ്. മുത്തശ്ശൻ വെറുതെ അല്ല നിന്നെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നതല്ലേ, മുത്തശ്ശൻ്റെ കൊച്ചുമകളായതുകൊണ്ടല്ലേ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, മുത്തശ്ശൻ്റെ ഏക മകളുടെ മകളല്ലേ നീ എന്നിങ്ങനെ ചോദിക്കുകയാണ് മനു. അപ്പോൾ ഇത് കേട്ടിട്ട് അലീന ആകെ പൊട്ടിക്കരഞ്ഞു പോകട്ടോ. മനുവേട്ട എന്നോട് മാപ്പ് എന്ന് പറഞ്ഞിട്ട് കൈ കൂപ്പിക്കൊണ്ട് മനുവിൻ്റെ നേരെ കൈ കൂപ്പിക്കൊണ്ട് എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരച്ചിലാണ്. പെട്ടെന്ന് മനു അവളെ കൈ പിടിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചിലേക്ക് കണ്ട് വലിച്ചിടുകയാണ്. എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ കരയട്ടോ. മനു അവളിങ്ങനെ കെട്ടിപ്പിടിച്ചേക്കാണ്. ഭയങ്കര ഒരു സ്നേഹവും ഭയങ്കര നമുക്ക് ശരിക്കും ഒരു ഇമോഷണലും ഒരു കോരിത്തരിപ്പ് വരെ ഉണ്ടാകുന്ന ഒരു രംഗാട്ടോ. ശരിക്കും വരാനിരിക്കുന്ന ആ ഒരു രംഗം കാണാൻ എക്സൈറ്റഡ് ആണ്. കാരണം നമ്മുടെ അലീനയും മനുവും തമ്മിലുള്ള
ആ ഒരു ലവ്, ആ ഒരു കെമിസ്ട്രി അതവിടെ വർക്കൗട്ട് ആവുക കേട്ടോ. അപ്പോൾ അവർ എന്താ ശരിക്കും പറഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി ആരെയും നോക്കുന്നില്ല കേട്ടോ. മനു തിരിഞ്ഞ് നോക്കുന്നില്ല, ആരും നോക്കുന്നില്ല. കാരണം മനുവിൻ്റെ ഉള്ളിൽ അലീനയോടുള്ള പ്രണയം അങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. ഇത്രയും കൂടി ആയപ്പോൾ ഇനി ഒരിക്കലും അലീനയെ മനു കൈവിട്ട് കളയില്ല എന്ന് തന്നെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പെട്ടെന്ന് അലീനയ്ക്ക് ഇങ്ങനെ ഒരു ബോധം വന്നപ്പോൾ അലീന കാണുന്നത് മനുവിൻ്റെ നെഞ്ചിൽ തല വെച്ചുകൊണ്ട് ഇങ്ങനെ കരയുന്നല്ലേ. പെട്ടെന്ന് അലീന പുറകിലേക്ക് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു കൈ മാറ്റുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സോറി മനുവേട്ടാ എന്ന് പറയുമ്പോൾ അങ്ങനെ മനു അലീനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നാലും താൻ എന്തിനാടോ എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എന്ന് ചോദിക്കുകയാണ് മനു. അപ്പോൾ അലീന പറയുന്നുണ്ട്, മനുവേട്ടാ എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല ആരോടും ഈ കാര്യം പറയാൻ, ഒരാളെയും ഇത് അറിയിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. എനിക്ക് അമ്മയെ കാണണം, എൻ്റെ സഹോദരങ്ങളെ കാണണം, എൻ്റെ ബന്ധുക്കളെ കാണണം, അവരുടെ കൂടെ കുറച്ച് നാൾ ജീവിക്കണം, അതൊക്കെ ആഗ്രഹിച്ച മനുവേട്ട ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. പക്ഷേ അല്ലേ, ആ പക്ഷേയിലുണ്ട് എല്ലാം. നീ ആഗ്രഹിച്ചതൊന്നും നിനക്ക് കിട്ടിയില്ല അല്ലേ? അങ്ങനെയല്ല മനുവേട്ട, ഞാൻ എൻ്റെ അമ്മയെ കണ്ടു, ഒരുപാട് കണ്ടു, എൻ്റെ കണ്ണ് നിറയെ ഞാൻ കണ്ടു. പക്ഷേ അമ്മയുടെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ കൂടപ്പിറപ്പുകളെ കണ്ടു, അവരുടെ സ്നേഹം എനിക്ക് കിട്ടുന്നില്ല. അതിൽ ഒരാൾ മാത്രം എന്നെ മനസ്സിലാക്കുകയും കൂടെ നിൽക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത്. ബാക്കി രണ്ടുപേരും എന്നെ മനസ്സിലാക്കുകയും എന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട് മനുവേട്ട. പക്ഷേ അമ്മ എന്നിങ്ങനെ പറയണം. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് അനുവാദമില്ല മനുവേട്ട. പിന്നെ അത് മാത്രമല്ല, ആര് അറിയരുതെന്നാണോ ഞാൻ ആഗ്രഹിച്ചത് ആ വ്യക്തി തന്നെ ആദ്യം അറിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ മകളാണ്, അങ്കിളിൻ്റെ സാറിൻ്റെ മകളാണ്. ഇനി എനിക്ക് അച്ഛൻ പറയുന്നതിനപ്പുറത്തേക്ക് മറ്റൊരു വാക്കില്ല. അച്ഛൻ്റെ മകളായ ഞാൻ അച്ഛന് മാത്രം അനുസരിച്ച് ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അമ്മ എന്നോട് കാണിച്ചു കൂട്ടുന്നതൊക്കെ മനുവേട്ടൻ കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, എന്നാലും ആൻറ്റി എങ്ങനെയാടോ ഇങ്ങനെയായിപ്പോയത്? ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ടെന്ന് മനു പറയാട്ടോ. എന്താ എന്നുള്ള രീതിയിൽ മനുവിനെ നോക്കുകയാണ് അലീന. തൻ്റെ അമ്മയുടെ സ്വഭാവം തനിക്ക് കിട്ടിയില്ലല്ലോ, അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, ദൈവത്തിനോട് നന്ദി പറയണം ഞാൻ എന്ന് പറയാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു പക്ഷേ തൻ്റെ അച്ഛൻ്റെ സ്വഭാവമായിരിക്കും തനിക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ അലീന അങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, നിനക്കിപ്പോൾ ഇവിടെ ഒരു അച്ഛനുണ്ട്, അമ്മയും ഉണ്ട്, സഹോദരങ്ങളും ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആകെ ആരും വേണമെന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഒന്ന് കാണുക, സന്തോഷത്തോട് കുറച്ച് നാൾ താമസിക്കുക, പിന്നെ തിരിച്ചു പോവുക. ഇവിടുത്തെ ജോലി കഴിഞ്ഞാൽ പോകണമല്ലോ. പക്ഷേ എനിക്ക് ഇവിടെ വിട്ട് പോകാനൊന്നും ഒട്ടും താല്പര്യമില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ എന്നെ ദ്രോഹിച്ചാലും എൻ്റെ അമ്മയല്ലേ എന്ന് പറയണം, എൻ്റെ സഹോദരങ്ങളല്ലേ എന്ന് പറയണം. എടോ എന്നാലും താൻ ഇതൊക്കെ എങ്ങനെ സഹിക്കും? അന്ന് രോഹിത് തന്നോട് ചെയ്ത പ്രവൃത്തി അതൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ആര് എങ്ങനെ സമാധാനം കണ്ടെത്തും? അതിൽ നിന്ന് എങ്ങനെ ആ പാപത്തിൽ നിന്ന് മോചനം നേടാനാകും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും ഞാൻ അതിനായിട്ട് നിന്ന് കൊടുക്കത്തില്ലായിരുന്നു മനുവേട്ട എന്ന് പറയണം. അങ്ങനെ ഒരു ഭയങ്കര ഇമോഷണലായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ മനുവിന് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അലീന കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ശരി, അച്ഛൻ പറയുന്നതിനപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നുമില്ല. മാഡം എന്തൊക്കെ പറഞ്ഞാലും അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ അങ്ങോട്ടേക്ക് മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ, അതിലേക്ക് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ എന്ന് പറയണം. അങ്ങനെ ആ ചായയായിട്ട് അലീന വീണ്ടും ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോയി വെക്കുക കേട്ടോ. ആ സമയത്ത് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. കൃഷ്ണമോൾ സ്കൂൾ വിട്ടിട്ട് വരികയാണ്. അപ്പോൾ ആ മനുവേട്ടൻ എപ്പോൾ വന്നു എന്ന് ചോദിക്കുന്നത്, ഞാൻ കുറച്ച് നേരമായി വന്നിട്ട് എന്ന് പറയണം. ആ ചേച്ചി ചായ ഉണ്ടാക്കിയോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കയ്യും മുഖം കഴുകി വന്ന് കൃഷ്ണമോൾ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനുവിൻ്റെയും അലീനയുടെയും മുഖമൊക്കെ ആകെ വല്ലാതെ വലിഞ്ഞു മുറുകി ഇരിക്കുന്നത് കണ്ടിട്ട്, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ എന്ന് ചോദിക്കണം. ഇവിടെ പ്രശ്നമൊന്നുമില്ല, പിന്നെ നിങ്ങളുടെ മുഖമൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അമ്മയും ചേച്ചിയൊക്കെ എന്തേലും ചോദിക്കുമ്പോൾ മോള് പോയി അവരെ ചായയൊക്കെ കുടിക്കാനായിട്ട് വിളിക്കി എന്ന് പറയാണ് അലീന. ഞാൻ വിളിച്ചാലൊന്നും വരത്തില്ല ചേച്ചി, അവർ വേണമെങ്കിൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണ അവിടെ ഇരുന്ന് ചായ കുടിക്കുക കേട്ടോ. അപ്പം മനു ആണെങ്കിൽ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സംസാരം കേട്ടിട്ടാണ് ബബിത ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബബിതയും വന്നിരുന്ന് ചായ കുടിക്കുകയാണ്. ആ സമയത്ത് വൈജയന്തിയും വരുന്നുണ്ട്. വൈജയന്തി വന്നിട്ട്, ആ മനു നീ ഇതുവരെ പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. അതെന്താ ആൻറ്റി, ഞാൻ പോവാഞ്ഞിട്ട് ആൻറ്റിക്ക് ഇത്രക്ക് തിടുക്കം എന്ന് ചോദിക്കുമ്പോൾ, അല്ല നീ ആദ്യമൊന്നും ഇങ്ങോട്ടേക്ക് വരാറേ ഉണ്ടായിരുന്നില്ല, അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഒന്ന് വന്ന് പെട്ടെന്ന് തല കാണിച്ചു പോകും, ഇപ്പോൾ നീ ഇവിടെ വന്ന് അവിടുന്ന് പോകുന്നേ ഇല്ലല്ലോ, ഇവിടെ തന്നെ നിൽക്കുകയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ആൻറ്റിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ എന്ന് ചോദിക്കുകയാണ്. എനിക്കെന്ത് ബുദ്ധിമുട്ട്, എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, എന്നാലും അങ്ങനെയല്ലല്ലോ ആൻറ്റിയുടെ സംസാരത്തിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതോ ഇവിടെ നിൽക്കുന്നതൊന്നും ആൻറ്റിക്ക് ഇഷ്ടപ്പെടാത്തത് പോലെ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, പിന്നെ നീ ഇവിടെ വന്നാലും നിന്നാലും എനിക്കെന്താ? എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നടക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇവിടെ താമസിക്കുന്നു, അതിൽ പിന്നെയാണോ, അതിൽ പരാണോ നീ എന്നൊക്കെ ചോദിക്കണം മനു. അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞത്? ആൻറ്റി അലീനയെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ആരെ ഉദ്ദേശിച്ചാൽ പറഞ്ഞതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കുന്നതെന്ന് പറയണം. ആൻറ്റി അങ്ങനെ അലീനയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കൊന്നും വേണ്ട, അങ്കിൾ പറഞ്ഞല്ലോ അങ്കിളുടെ മകളാണ് അലീന എന്ന്, ഇനി ഇവിടെ അലീന ഇവിടെ തന്നെയാണ് താമസിക്കാൻ പോകുന്നത്, അലീനയെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്കറിയാതെ മനു നീ
നീയൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന്, എൻ്റെ ജീവിതം കുട്ടിച്ചാമ്പലാക്കാനായിട്ട്, എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ കൂടി ഒരുമ്പിട്ട് ഇറങ്ങിയേക്കാണ് എന്നൊക്കെ പറയുമ്പോൾ ആൻറ്റി വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ. ആൻറ്റി ഈ പറഞ്ഞ വാക്കുകളൊന്നും പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു മൂദേവി വന്ന് കയറിയതിന് ശേഷമാണ് എൻ്റെ വീട് ഇങ്ങനെ ആയിപ്പോയത്, നശിച്ചു പോയത് എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ, അമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് അമ്മയോട് ഭയങ്കര ദേഷ്യമാണ് തോന്നുന്നത് കേട്ടോ, എനിക്ക് അമ്മയോട് ഇപ്പോൾ ഉള്ള സ്നേഹം പോലും അമ്മ ഇല്ലാതാക്കി കളയരുത് എന്ന് പറയുമ്പോൾ കണ്ടോ ഞാഞ്ഞൂള് പോലും പത്തി വിടർത്താൻ തുടങ്ങിയിരിക്കുന്നു, എൻ്റെ നേരെ നോക്കി കയർത്ത് സംസാരിക്കാത്ത ആളാണ്, എന്നിട്ട് ഇപ്പോൾ എന്നോട് കയർത്ത് സംസാരിക്കുകയും ദേഷ്യപ്പെടുകയും എന്ത് സംസാരിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അതൊക്കെ ഈ നാശം പിടിച്ചവൾ കാരണമാണ്, എൻ്റെ മക്കൾ വരെ എന്നെ തിരിഞ്ഞു കൊത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നിങ്ങനെ പറയണം വൈജയന്തി. അന്നേരം മനു പറയുന്നുണ്ട്, അതെ മക്കൾ തിരിഞ്ഞു കൊത്തുന്നുണ്ടെങ്കിൽ ആൻറ്റിയുടെ സ്വഭാവം കൂടി നന്നായിരിക്കണം, എൻ്റെ സ്വഭാവത്തിന് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അത് ആൻറ്റി തന്നെ ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്ക് ആൻറ്റിയുടെ സ്വഭാവത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ആൻറ്റിയുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ, ആൻറ്റിക്കല്ലേ അറിയത്തുള്ളൂ ആൻറ്റിയുടെ കാര്യങ്ങളൊക്കെ, ആൻറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക, അപ്പോൾ ആൻറ്റിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയാണ് മനു. അപ്പോൾ വൈജയന്തി പെട്ടെന്ന് വായടച്ച് പോകട്ടെ, എന്താ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഓർത്തിട്ട് എന്നിട്ട് മനു പറയുന്നുണ്ട്, ഞാൻ പോവാണ് അലീന, എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അലീന പോവാട്ട് അലീനയോട് യാത്ര പറഞ്ഞിട്ട് കൃഷ്ണയോടും ഒക്കെ ബബിതയോടും പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുൻപ് തന്നെ മനു അലീനയുടെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് പുതിയൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ബാലചന്ദ്രൻ, ആ നമ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനു തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയ സമയത്ത് അലീനയെ ഭയങ്കര രൂക്ഷമായി നോക്കിക്കൊണ്ട് വൈജയന്തി തൻ്റെ റൂമിലേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് മനു വീട്ടിലെത്തിയതിന് ശേഷം രാത്രിയിൽ അപ്പോൾ വീട്ടിലെത്തുന്ന സമയത്ത് കമലയും ശിവേട്ടനും എല്ലാവരും ഇതിങ്ങനെ കാത്തിരിക്കുകയാണല്ലോ മനു വരാനായിട്ട്. മനു വന്ന് കയറിയ ഉടനെ തന്നെ ഇവരെല്ലാവരും കൂടെ മനുവിനെ ചോദ്യം ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നീ ബാലചന്ദ്രനോട് സംസാരിച്ചോ എന്ന് ചോദിക്കണം. ആ സംസാരിച്ചു, അയാൾ എന്ത് പറഞ്ഞു, അങ്കിള് അങ്ങനെ തന്നെ പറഞ്ഞ വാക്കിൽ തന്നെ നിൽക്കുകയാണ്, എന്നിട്ട് നീ ഒന്നും എതിർത്ത് പറഞ്ഞില്ലേ, അയാൾ ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ട് എന്ന് ചോദിക്കുമ്പോൾ അങ്കിള് മാത്രമേ ചതി ചെയ്തിട്ടുള്ളൂ, ആൻറ്റിയുടെ ഭാഗത്ത് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അച്ഛാ എന്ന് ചോദിക്കണം. അതെന്താടാ നീ അങ്ങനെ ചോദിക്കുന്നത്, അല്ല ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, എല്ലാവരുടെ ഭാഗത്തും തെറ്റുകളൊക്കെ പറ്റും, അങ്കിൾ ആ തെറ്റ് തുറന്നു പറഞ്ഞു, ഇപ്പോഴാണോടെ അതൊക്കെ തുറന്നു പറയുന്നത്, അങ്ങനെയൊക്കെ നടന്നിട്ട് അങ്ങനെയൊക്കെ അലവലാതിയായിട്ട് നടന്നിട്ട് നമ്മുടെ വീട്ടിലും വന്ന് നമ്മുടെ ബന്ധം സ്ഥാപിച്ചിട്ട് ഇപ്പം അങ്ങനെ ഒരു തെറ്റ് പറ്റി എൻ്റെ മോളാണെന്നും പറഞ്ഞാൽ അത് അംഗീകരിച്ച് കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അംഗീകരിച്ച് കൊടുക്കേണ്ടിയൊക്കെ വരും, അത് അങ്കിളിൻ്റെ വീടല്ലേ, അങ്കിളിൻ്റെ ഇഷ്ടത്തിന് അങ്കിൾ താമസിക്കുന്ന വീട്, അതുകൊണ്ട് അങ്കിൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടിയൊക്കെ വരും എന്ന് പറയണം മനു. ഇവനിത് എന്തൊക്കെയാണ് പറയണത് ശിവേട്ട, ഇവന് തീരെ ബോധമില്ലേ, ആരെങ്കിലും അനുവദിച്ച് കൊടുക്കുന്ന കാര്യമാണോ, ഇവന് ബാലചന്ദ്രൻ്റെ അടിമയായിപ്പോയോ, അയാളെ റോൾ മോഡലാക്കി വലിയ വീമ്പ് പറയുന്നതാണല്ലോ, എന്നിട്ട് ഇപ്പോൾ ഈ ചെയ്ത പ്രവൃത്തിയെ അവൻ ന്യായീകരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കൊന്നുമല്ല, അമ്മയുടെ മോൻ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയാലോ എന്ന് ചോദിക്കുകയാണ്. നീ അവൻ്റെ കാര്യം വിട്, ഇപ്പോൾ ബാലചന്ദ്രൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയാളുടെ ആയ കാലത്ത് ഇങ്ങനെയൊക്കെ തെമ്മാടിത്തരം കാണിച്ച് നടന്നിട്ടില്ല ഇപ്പോൾ ഇങ്ങനൊരു മകളുണ്ടായത് എന്ന് പറയുമ്പോൾ അത് അങ്കിളുടെ കാര്യമല്ലേ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളുമാണ്, ഇനിയിപ്പോൾ അങ്ങനെ കുത്തിപ്പൊക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കുത്തിപ്പൊക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് മനു പിന്നെ അവിടെ അധികം സംസാരിക്കാൻ നിൽക്കുന്നില്ല കേട്ടോ, പെട്ടെന്ന് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഇവർക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം, മനുവും കൂടി ഇങ്ങനെ വീണ്ടും സപ്പോർട്ടായിട്ട് സംസാരിക്കുമ്പോൾ ഇവൻ എന്താ ശിവട്ടെ ഇങ്ങനെ എന്ത് പറഞ്ഞാലും ബാലചന്ദ്രനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബാലചന്ദ്രൻ എന്ത് ചെയ്താലും അവനതൊരു വിഷയമേ അല്ലാത്ത പോലെയാണല്ലോ അവൻ്റെ പെരുമാറ്റം എന്ന് പറയണം. എന്താണ് ഇതിൻ്റെ കാര്യമൊന്നും അറിയില്ല, എന്താണെങ്കിലും ബാലചന്ദ്രനിട്ട് നല്ലൊരു പണി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ശിവേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ റൂമിലെത്തിയ ശേഷം മനു ഈ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ഓർക്കുക കേട്ടോ, ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ, വൈജയന്തിയുടെ മകളാണ് അലീന എന്ന് പറഞ്ഞ കാര്യങ്ങളും അലീനയോട് സംസാരിച്ചതും അവളെ കെട്ടിപ്പിടിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ഭയങ്കര ഫീലിൽ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ എന്താണെങ്കിലും അലീനയെ ഒന്ന് ഫോൺ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് മനു അലീനയെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോൺ ചെയ്യുന്ന സമയത്ത് അലീനയാണെങ്കിൽ കിടക്കാനൊക്കെ റെഡി ആയിട്ട് റൂമിലേക്ക് ചെന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ മനു ഒന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഹലോ പറയുന്നുണ്ട്. താൻ കിടന്നായിരുന്നോ അലീന എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മനുവേട്ടാ പറഞ്ഞോ എന്ന് പറയണം. എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, തന്നെ വിളിക്കണമെന്ന് തോന്നി വിളിച്ചു, അത്രയേ ഉള്ളൂ എന്ന് പറയണേ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്നാലും മനുവേട്ടൻ വീട്ടിലാണോ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലാണ് എന്ന് പറയണം. ഭക്ഷണമൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താ മനുവേട്ട എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുമ്പോൾ തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മനുവേട്ടൻ പറഞ്ഞു, മനുവേട്ടൻ വിളിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, മനുവേട്ടനോട് സംസാരിക്കുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറയാട്ടോ. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, താൻ എങ്ങനെയാടോ ഇത്രയും നാൾ ഇതൊക്കെ സഹിച്ച് ഇങ്ങനെയൊക്കെ അവിടെ നിന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ വിധിയാണ് മനുവേട്ട, സാരമല്ല അതൊക്കെ കഴിഞ്ഞു പോലെ, അപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായി കൊണ്ടാണ് മനുവേട്ട ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്
വന്നത് എന്ന് പറയണം. അപ്പോൾ മനുവിന് ഇവളോട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വിളിച്ചത്. അപ്പോൾ മനുവിന് ഭയങ്കര സന്തോഷവും അലീനയോട് സംസാരിക്കുമ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നുകയാണ്. അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു നിൻ്റെ അടുത്ത് എന്ന് പറയട്ടോ. എന്താ മനുവേട്ടാൻ ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞാൽ താൻ വേറൊരു രീതിയിൽ എടുക്കരുത് എന്ന് പറയുമ്പോൾ, ഇല്ല മനുവേട്ടൻ പറഞ്ഞോ എന്ന് ചോദിക്കണം. മുൻപ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഇഷ്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എനിക്ക് ഒരു മറുപടിയും തന്നില്ല എന്ന് പറയുമ്പോൾ, അത് മനുവേട്ട എന്നിങ്ങനെ വിളിക്കുകയാണ്. അതെ, ഞാൻ അന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഇഷ്ടം, അതിൻ്റെ ഒരു മറുപടി എനിക്ക് തരുമോ നീ എന്നെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ, മനുവേട്ട ഞാൻ അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല മനുവേട്ട, എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള അർഹതയോ യോഗ്യതയോ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, നിനക്ക് മാത്രമേ ഉള്ളൂ അതിനുള്ള അർഹതയും യോഗ്യതയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പോൾ നീ വൈജയന്തിയുടെ മകളാണ് എന്ന് അറിഞ്ഞതുകൊണ്ടല്ല ഞാൻ ഈ കാര്യം പറയുന്നത്. നീ വെറും അനാഥ പെൺകുട്ടിയായിരുന്ന സമയത്ത് തന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വീണ്ടും ചോദിക്കുന്നത്. അന്നേ ഞാൻ നിന്നോട് എൻ്റെ ഇഷ്ടം പറഞ്ഞതാണ്, അല്ലാതെ നിനക്ക് സ്വന്തക്കാരോ ബന്ധുക്കളോ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് നിൻ്റെ നന്മ, നിൻ്റെ മനസ്സിനെയാണ് ഞാൻ സ്നേഹിച്ചത്. അതുകൊണ്ട് എനിക്ക് നിൻ്റെ മനസ്സിൽ നിന്നുള്ളൊരു ഉത്തരം കിട്ടിയാൽ മതി എന്ന് പറയണം. എന്നിട്ട് മനു പറയുന്നുണ്ട്, ഞാനിങ്ങനെ ഇടയ്ക്ക് വിളിക്കാം, അപ്പോൾ നമുക്ക് സംസാരിക്കാം, നീ ഇപ്പോൾ തന്നെ പറയണമെന്നില്ല, നീ ആലോചിച്ച് തീരുമാനിച്ച് ഒരു തീരുമാനം പറഞ്ഞാൽ മതി എന്ന് പറയണം. അപ്പോൾ മനുവിനോട് അലീന പറയുന്നുണ്ട്, എനിക്ക് മനുവേട്ടനോട് ഇഷ്ടക്കുറവൊന്നുമില്ല മനുവേട്ട, എനിക്ക് മനുവേട്ടനോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ശരിയാവുമോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ, ഒരു പേടിയാണ് എനിക്ക് എന്ന് പറയുമ്പോൾ, അതൊന്നും താൻ അതിനെപ്പറ്റിയൊന്നും പേടിക്കേണ്ട, താൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് തന്നെ അതിനെ ഫേസ് ചെയ്യും എന്ന് പറയണം. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. കാരണം മനു ഇങ്ങനെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ മനു പറയുന്നുണ്ട്, എന്നോട് അങ്കിൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. എന്താ അതൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറയുമ്പോൾ, പറ മനു കേട്ടോ, എന്താന്ന് പറ, എനിക്ക് കേൾക്കണം എന്ന് പറയുമ്പോൾ, എന്നാൽ താൻ അങ്കിളിനോട് തന്നെ ചോദിച്ചു നോക്ക്, അച്ഛൻ്റെ പുന്നാര മോളല്ലേ, എന്താണ് മനുശങ്കറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത് എന്ന് ചോദിച്ചു നോക്കുമെന്ന് പറയട്ടോ. മനുവേട്ട പറ പ്ലീസ്, ഞാൻ അച്ഛനോട് ചോദിക്കുന്നില്ല. അയ്യേ ഞാൻ ചോദിക്കില്ല, മനുവേട്ടൻ പറ എന്ന് പറയുമ്പോൾ, ഞാൻ പറയത്തില്ല, വേണമെങ്കിൽ പുന്നാര മോള് പുന്നാര അച്ഛനോട് പോയി ചോദിച്ചു നോക്ക്, മനുവേട്ടൻ്റെ അടുത്ത് എന്താണ് പറഞ്ഞു കൊടുത്തത് എന്നെ പറ്റിയിട്ടെന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയണം. എന്നാലും മനുവേട്ട പറ, ഞാൻ പിണങ്ങും എന്നൊക്കെ പറയുമ്പോൾ, താൻ പിണങ്ങിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാനിത് പറയുന്നില്ല എന്ന് പറഞ്ഞ് മനു ഇങ്ങനെ കളിപ്പിക്കട്ടോ അവളെ. അപ്പോൾ അലീന, ശരി ഞാൻ ചോദിക്കാം, അച്ഛനോടും തന്നെ ഞാൻ ചോദിച്ചോളാം, അച്ഛനിട്ട് ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അലീന മുത്തശ്ശിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മനുവേട്ട എനിക്കൊരു കാര്യം ചോദിക്കണമായിരുന്നു പറയുമ്പോൾ, എന്താ മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട് മനുവേട്ട, എനിക്ക് മുത്തശ്ശിയെ കാണണം, മുത്തശ്ശിയോടൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ, ഞാൻ നാളെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് നിന്നെ വിളിക്കാം, അപ്പോൾ നിനക്ക് കണ്ട് സംസാരിക്കാം, നമുക്ക് വീഡിയോ കോൾ വിളിക്കാമെന്ന് പറയാണ് മനു. എന്നാൽ ശരി മനുവേട്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പിന്നെ ഫോൺ വെക്കുകയാണ്. അങ്ങനെ എന്താണെങ്കിലും അലീന മനു പ്രണയം അവിടെ അങ്ങോട്ട് പൂത്തെളിഞ്ഞ് വരിക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവർ ഇനി മറ്റൊരു ലൈഫാണ്, മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ്. മനു ആണെങ്കിൽ, അതായത് പഴയ കഥകളിൽ പറയുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റു കഥകളിൽ കാണുന്നത് പോലെയുള്ള പൈങ്കിളി പ്രണയമോ പുറകെ നടക്കലോ അങ്ങനെയൊന്നുമില്ല. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മനസ്സുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുകയാണ് അലീനയും മനുവും തമ്മിൽ. ഒരു മെച്യൂർഡ് പ്രണയം എന്ന് തന്നെ പറയാട്ടോ, അല്ലാതെ ഇങ്ങനെ മരം ചുറ്റി പ്രണയമോ അങ്ങനെയൊന്നുമില്ല. ഒരു മെച്യൂരിറ്റി ഉള്ള ഒരു പ്രണയമാണ് അലീനയും മനുവും തമ്മിൽ ഉള്ള ഒരു പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു പ്രണയമാണ്. മറ്റ് പരമ്പരകളിലൊന്നും കാണുന്നത് പോലെയുള്ള ഒരു എന്താ പറയുക, കളിയും ചിരിയും അങ്ങനത്തെ ഒരു കൊഞ്ചലും കുഴലും അങ്ങനെയൊന്നുമില്ല. പരസ്പരം മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു ലവ്, അതാണ് അലീനയും മനുവും തമ്മിലുള്ളത്. അപ്പോൾ ഇനി ഓരോ എപ്പിസോഡുകളിലും അതിൻ്റെയൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അലീനയുടെയും മനുവിൻ്റെയും പ്രണയം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ പ്രണയം മാത്രമായിട്ടൊന്നും ഒരു എപ്പിസോഡായിട്ട് അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെച്യൂരിറ്റി ഉള്ളൊരു പ്രണയമാണ്. അതല്ലാതെ ഒരു കൊഞ്ചി കൊഴഞ്ഞുള്ള കളിച്ച് ചിരിച്ച് അങ്ങനെ ഒരുപാട് ഇതൊന്നുമല്ല. മനസ്സിൽ രണ്ടു പേർക്കും ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ട് അവരുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് കാണിക്കും. ഓരോ ഭാഗങ്ങൾ വരുമ്പോഴും അവരുടെ ഓരോ നോട്ടത്തിലാണെങ്കിലും ചില സന്ദർഭങ്ങളിലുള്ള ഫോൺ വിളിയിലൂടെയും ഒക്കെ നമുക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അല്ലാതെ അവരുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ കാണിക്കത്തൊന്നുമില്ല. എന്നാലും ഓരോ സീനിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് അവരുടെ ഭാഗങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് എൻജോയ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് സ്റ്റോറി കാണിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ സ്റ്റോറി. അപ്പോൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഒരുപാട്